ശ്രീ റെജി ലൂക്കോസ്, കുറച്ച് സമയമായി ഞാൻ അങ്ങയിലേക്ക് വന്നിട്ട് ക്ഷമിക്കുക. ഇപ്പോൾ ഈ ADGP RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വന്ന നറേറ്റീവുകൾ നമുക്കൊന്ന് പരിശോധിച്ചാൽ, തൃശൂർ പൂരം കലക്കാൻ, അതുപോലെ വീണയ്ക്കെതിരായ കേസ് ഒത്തുതീർക്കാൻ, കരുവന്നൂർ കേസ്, ഇങ്ങനെ CPIM-ന് RSS-നെ സ്വാധീനിക്കാനുള്ള ഒരു മധ്യവർത്തിയായി അല്ലെങ്കിൽ ദൂതനായി MR അജിത് കുമാറിനെ അയച്ചു എന്നാണല്ലോ പറയപ്പെടുന്നത്. പക്ഷേ ഈ കാലയളവ് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതല്ലേ? പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ആദ്യം വരികയാണെങ്കിൽ 2023 മെയ്യിലാണ് ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച ADGP ദത്താത്രേയയുമായി നടത്തുന്നത്. 2024 ഏപ്രിൽ 19 നടക്കുന്ന പൂരം കലക്കാൻ ഒരു വർഷം മുൻപേ കരുക്കൾ നീക്കി എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം വിശ്വസനീയമാണ്? മറ്റൊരു കാര്യം, വീണയുമായി ബന്ധപ്പെട്ട്, വീണയും CMRL-മായി ബന്ധപ്പെട്ടുള്ള കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ADGP-യെ മുഖ്യമന്ത്രി ഉപയോഗപ്പെടുത്തിയത് എന്നതായിരുന്നു അടുത്ത വാദം. പക്ഷേ കൂടിക്കാഴ്ച നടക്കുന്നത് മെയ് മാസത്തിലാണ്. ഈ കേസ് തന്നെ വരുന്നത്, ഇതിനാധാരമായ ആരോപണം തന്നെ വരുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. അപ്പോൾ അതും അവിടെ ഒരു തരത്തിലും ന്യായീകരിക്കപ്പെടാതെ പോകുകയാണ്. മറ്റൊന്ന് കരുവന്നൂരാണ്. കരുവന്നൂർ കേസിൽ ഇത്തരത്തിലൊരു നീക്കുപോക്കിന് MR അജിത് കുമാറിനെ CPIM അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉപയോഗപ്പെടുത്തിയെങ്കിൽ അവിടെ കണ്ണനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകില്ലല്ലോ. AC മൊയ്തീൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കാൻ വിളിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ലല്ലോ. ED-യുടെ നടപടികൾ ഉണ്ടാകില്ലല്ലോ. അപ്പോൾ ഇവർ ഈ പറയുന്ന CPIM RSS ബാന്ധവം ആരോപിക്കാൻ ഇവർ ഇട്ടു തന്ന ഈ പോയിന്റുകൾ, ഇത് തന്നെ അങ്ങേയറ്റം അബദ്ധജടിലമല്ലേ? അതിലും ഇതൊരു അപഹാസ്യ നാടകമാണ് കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും. ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ മകളുടെ കേസ് ഉത്ഭവിക്കുന്നത് ഈ ADGP അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റായ RSS നേതാവുമായിട്ട് ദത്താത്രേയ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന RSS രണ്ടാം സ്ഥാനക്കാരനെ കാണുന്നത് ഈ കേസ് വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പാണ്. അപ്പം പിന്നെ അതിനകത്ത് പ്രസക്തിയില്ല. അത് ഡേറ്റെങ്കിലും നോക്കിയിട്ട് ഇവർക്ക് ആരോപിക്കാറുണ്ട്. അതാണ് ഇവർ ശുദ്ധ മണ്ടന്മാരാണ് ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇവിടെ ബഹുമാനപ്പെട്ട PV അൻവർ MLA കഴിഞ്ഞ 14 ദിവസമായിട്ട് ഉന്നയിക്കുന്ന ചില വിഷയങ്ങൾ, അദ്ദേഹം അതിൻ്റെ 2 ദിവസത്തിന് ശേഷം മുഖ്യമന്ത്രിയെ കൊണ്ട് പരാതി നൽകി. ആ പരാതി നൽകിയപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി അത് അന്വേഷിക്കാൻ ഉത്തരവിട്ടു. പക്ഷേ അതിനു മുമ്പ് മുഖ്യമന്ത്രി വേറൊന്ന് ചെയ്തു. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ പത്രസമ്മേളനം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ രണ്ടാമത്തെ പത്രസമ്മേളനത്തിന് മുമ്പ് കോട്ടയത്ത് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനിൽ വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞു, സമൂഹത്തിൽ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് ചില പരാതികൾ വരുന്നുണ്ട്, ഏറ്റവും ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ അത് അന്വേഷിപ്പിച്ച് അത് റിപ്പോർട്ട് കിട്ടിയാൽ വളരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നു ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹം തുറക്കാൻ നിന്നിരുന്നില്ല. അതിനുശേഷമാണ് അദ്ദേഹത്തിന് പരാതി കിട്ടി. ഈ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പ്രീമാ ഫൈസിൽ തന്നെ കുറ്റവാളിയാണ്, തെറ്റുകാരനാണെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടപ്പോൾ ആദ്യം ചെയ്തത് എന്താ? SP, ഒരു IPS റാങ്കിലുള്ള പത്തനംതിട്ട SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. ഇപ്പൊ ഇന്നലെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്നലെ സംഭവിച്ചിരിക്കുന്നത് മലപ്പുറം SP ശശിധരനെ എറണാകുളം വിജിലൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 7 DYSP-മാരെ അവിടുന്ന് മാറ്റി. അതിലൊരാൾ പാലക്കാട് എന്നുള്ളൊരു DYSP അയാളെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഈ മുഖ്യമന്ത്രിയും ഈ സർക്കാരും ഈ ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ അന്വേഷിക്കുന്നുമില്ല, ആരെയും രക്ഷപ്പെടുത്താനാണെന്നുള്ള ആ ഒരു നരേഷൻ ഇവിടെ അതോടുകൂടി പൊളിഞ്ഞു പോയിരിക്കുന്നു. ഇനി ആരാണിത് ഉന്നയിക്കുന്നത്? നമുക്ക് അവരെക്കുറിച്ച് നോക്കിയേ. പ്രവീൺ തൊഗാഡിയ എന്ന് പറഞ്ഞൊരാളുണ്ട്, അറിയാലോ. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയ തീവ്രവാദികളുടെ ഒരാളാണ് പ്രവീൺ തൊഗാഡിയ. ആ പ്രവീൺ തൊഗാഡിയ മാറാട് കലാപത്തിന് ശേഷം സഞ്ജീവ് സാറിനൊക്കെ അത് ഓർമ്മയുണ്ടാവും, കോഴിക്കോട് വെച്ചൊരു പ്രസംഗം നടത്തി. ഈ രാജ്യം തന്നെ ഞടുങ്ങിയ ഒരു വർഗീയ വിദ്വേഷ പ്രസംഗമാണ്. അതിനെതിരെ കേരള ഹൈക്കോടതിയിൽ ഒരു കേസുണ്ടായിരുന്നു. ആ കേസ് ഒഴിവാക്കി കൊടുത്തത് ആരാ? സാക്ഷാൽ ഉമ്മൻചാണ്ടി സർക്കാരാണ്. P. പരമേശ്വരന്റെ പുസ്തക പ്രകാശനത്തിന് പങ്കെടുത്തതാരാ? VD സതീശനാണ് പ്രതിപക്ഷ നേതാവ്. 2013 പറവൂരിൽ ഗോൾവാക്കറിന്റെ ചിത്രത്തിൽ, പൂജ്യ ഗോൾവാക്കറിന്റെ ചിത്രത്തിൽ സംപൂജനായിട്ട് നിന്ന് തിരികൊളുത്തി പ്രസംഗിച്ച് പാടിപ്പൊടുത്തിയതാരാ? VD സതീശനാണ്. 2016 തൃശ്ശൂരിൽ ഇതേ സംഘപരിവാറിന്റെ പരിപാടിയിൽ പോയി പാടിപ്പൊടുത്തിയതാരാ? ഇതേ പറയുന്ന VD സതീശനാണ്. ഇനി അദ്ദേഹത്തെക്കുറിച്ച് PV അൻവർ എന്താ പറഞ്ഞേ? അദ്ദേഹത്തെക്കുറിച്ച് PV അൻവർ പുറത്തുവിട്ടിരിക്കുന്നത് എന്താ? അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്, ഇദ്ദേഹത്തിന്റെ പേരിൽ ഉയർന്നിരിക്കുന്ന വിദേശത്തു നിന്നുള്ള സാമ്പത്തിക തട്ടിപ്പായ പുനർജനി സാമ്പത്തിക തട്ടിപ്പിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അത് ED അന്വേഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് ഈ പറയുന്ന ADGP സ്വാധീനിച്ചോ അല്ലാതെയോ ഈ പറയുന്ന RSS-ഉമായിട്ട് ധാരണയിലെത്താൻ വേണ്ടി നടത്തിയിട്ട് നാടകം ഉണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ലല്ലോ. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കേരള സർക്കാരിന്റെ നിലപാടെന്താ?
കേരള സർക്കാർ 2016 LDF സർക്കാർ, ആദ്യ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറി ഉടൻ തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട അനിൽകുമാർ സാർ അത് പറഞ്ഞു. അദ്ദേഹം എടുത്ത നിലപാടെന്താണ്? ഇതുവരെയുള്ള നിലപാടുകളുടെ ഒരു പരമ്പര തന്നെ എടുത്തു നോക്കിയേ. RSSുമായിട്ട് CPM ഒരു രഹസ്യബാന്ധവം നടത്തുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ഒരു IPS ഉദ്യോഗസ്ഥനെ നിയോഗിക്കുന്നു, സാമാന്യ ബുദ്ധിയുള്ള ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു വ്യക്തി ചിന്തിക്കോ? അത് തന്നെയല്ലേ പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട LDFന്റെ കൺവീനർ പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നേരിട്ട് മോഹൻ ഭഗതുമായിട്ട് ബന്ധപ്പെടാമല്ലേ? രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇനി മറ്റൊരു പ്രത്യേകത കൂടെ പറയാം. 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കേരള സർക്കാരിനെ അട്ടിമറിക്കാൻ കൂട്ടുനിന്ന ആരാ? ഈ കേരള സർക്കാരിനെ അട്ടിമറിക്കാനായിട്ട് കൂട്ടുനിന്നതിൽ പ്രമുഖനായ ഒരു വ്യക്തി എന്ന് പറയുന്നത് കേരളത്തിന്റെ അന്നത്തെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയെ പിന്നെ ഏറ്റുപിടിച്ച പച്ച നുണകളുടെ പിന്നാമ്പുറത്തു നിന്നും ഈ വിഷയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും അവഹേളിച്ചുകൊണ്ട് ആരോപണങ്ങളായിട്ട് വന്നതാരാ? ഇതേ RSS BJPക്കാരാ. മുഖ്യമന്ത്രി എന്താ പറഞ്ഞേ? നിങ്ങളുടെ കേന്ദ്ര സർക്കാർ ഏജൻസി അന്വേഷിച്ചോളൂ. 5 ഏജൻസികൾ കേരളത്തിൽ ഒന്ന് അന്വേഷിച്ചു. 5 ഏജൻസികൾ ഒടുവിൽ NIA റിപ്പോർട്ട് കൊടുത്തു. ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും കണ്ടെത്താൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് വിവരമുണ്ട്. കാരണം എന്തുകൊണ്ടാ? കേരളത്തിലെ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ നിന്നും ഒരു തരി സ്വർണം പുറത്തു കിടക്കണമെന്നുണ്ടെങ്കിൽ കസ്റ്റംസ് അറിയാതെ കൊണ്ട്, കസ്റ്റംസിന്റെ സ്കാനിങ്ങിൽ തെളിയാതെ കൊണ്ട് പുറത്തു കിടക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ പിന്നിൽ ആരാ? തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിലുള്ള ഈ കസ്റ്റംസ് ആണ്. അതിന് ഉത്തരം പറയേണ്ട ഒരു BJPക്കാർ തന്നെയാണ്. ഇതിന്റെ ഒരു തനിയാവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പിന്നെ ബഹുമാനപ്പെട്ട TP രാമകൃഷ്ണൻ പറഞ്ഞൊരു വാചകമുണ്ട്, സന്ദർശിച്ചെന്നുള്ളതല്ല എന്തിനു സന്ദർശിച്ചെന്നുള്ളതാണ്. അത് തന്നെയാണ് പ്രസക്തി. കൂടാതെ അദ്ദേഹം വേറൊന്നുള്ള പറഞ്ഞു, അത് മുഖ്യമന്ത്രി കോട്ടയത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ. അദ്ദേഹം എന്താ പറഞ്ഞേ? അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ ഉടനെ ശരിയോ തെറ്റും വിശകലനം ചെയ്ത് കർശനമായ നടപടി സ്വീകരിക്കും. അതല്ലേ ഒരു ഗവൺമെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവർ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ കീഴിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ MR അജിത് കുമാർ ഈ ലോ ആൻഡ് ഓർഡറിൽ നിൽക്കുമ്പോൾ അതിന്റെ കീഴിൽ അന്വേഷിച്ചാൽ എങ്ങനെ നീതി കിട്ടും? എന്തൊരു മണ്ടത്തരം ഇവർ പറയുന്നത്. കാരണം ഇത് അന്വേഷിക്കുന്നതിന്റെ തലവനാരാ? സംസ്ഥാനത്തെ DGPയാ. DGPയുടെ മുകളിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കേരളത്തിലില്ല. DGPയാ. അദ്ദേഹം നിയോഗിച്ചിരിക്കുന്ന അതിന്റെ കീഴിലുള്ള മറ്റു DGPമാരും ഉദ്യോഗസ്ഥന്മാരുമാണ് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല അവർ കണ്ടെത്തിയനുസരിച്ചല്ലേ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. തൃശ്ശൂർ DIG ബഹുമാനപ്പെട്ട അൻവറെ കണ്ട് മൊഴിയെടുത്തിരിക്കുന്നു. മിനിഞ്ഞാന്ന് ഒരു ഫുൾ ഡേ മൊഴിയെടുത്തിരിക്കുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവർ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന് പറയുന്നത്? പിന്നെ രണ്ടാമത്തെ വസ്തുത, VD സതീശൻ കേരളത്തിലെ ജനങ്ങളോട് പിന്നെ ചങ്കൂറ്റുണ്ടായിരുന്നത് സജീവ് സാർ പറഞ്ഞ പോലെ ചങ്കൂറ്റുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പിന്നെ RSS നേതാവിനെ ഈ ഉദ്യോഗസ്ഥൻ പോയി കണ്ടത്, കോവളത്ത് കണ്ടതിൽ ഒരു കണ്ണൂർ എന്നുള്ള വ്യവസായം ഉണ്ട്, അത് അറിഞ്ഞാൽ ഞെട്ടുമെന്ന് പറഞ്ഞു. ആരും ഞെട്ടിയല്ല. കാരണം അറിയോ? VD സതീശന് ആ പേര് പറയണമായിരുന്നു. എന്തിനാ CPM-നെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ നിൽക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ? പക്ഷേ സംഭവിച്ചെന്താണ്? അതേ ഉന്നമിച്ച ആരുടെ പേരില്ല, അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യാനായിട്ടല്ലേ അദ്ദേഹം ഉന്നയിച്ചത്. അപ്പോൾ ഇവർ സ്വയം അവരോട് തന്നെ ചോദിക്കണ്ടേ? ഇവർ വിരൽ ചൂണ്ടുമ്പോൾ 4 വിരൽ അവരുടെ നെഞ്ചത്തേക്കാണെന്നുള്ളവരും. ഇപ്പൊ ഞങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ചർച്ചകളിലെല്ലാം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം. PV അൻവർ എന്ന് പറഞ്ഞ MLA ഉന്നയിച്ച കാര്യങ്ങൾ പ്രസക്തമുണ്ട്. അതിനകത്ത് ചില കാര്യങ്ങൾ എന്നുള്ളവരും സ്വാഭാവികമായിട്ടും പാർട്ടിക്കും സർക്കാരിനും തെളിഞ്ഞിട്ടുണ്ട്. അത് വസ്തുതയാണ്. കാരണം അതുകൊണ്ടാണല്ലോ അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണം പ്രഖ്യാപിച്ചത്. അതുകൊണ്ടല്ലേ 8 ഉദ്യോഗസ്ഥന്മാർ 2 IPSകാർ ഉൾപ്പെടെയുള്ളവരുടെ പേര് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ എവിടെയാണ് ഈ RSSും CPM-ഉം അല്ലെങ്കിൽ സർക്കാരും പിണറായി വിജയനും തമ്മിൽ ധാരണയുണ്ടെന്ന് ഇവർ പറയുന്നത്? എന്താണ് ഇവർ പറയുന്നത്? ഇനി ഞാൻ ചോദിക്കട്ടെ, മറ്റൊരു കാര്യം പറയാം. ഈ കേരളത്തിനെ സംബന്ധിച്ചോളം സാമാന്യ ബുദ്ധിയില്ലാത്ത ജനങ്ങളാണോ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത്? ഒറ്റക്കാരോട് പറഞ്ഞാൽ അവസാനിക്കാവും. ആണോ ജീവിച്ചിരിക്കുന്നത്? ചരിത്രങ്ങൾ ഇതിന് കൃത്യമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ആരാണ് BJPയായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഞാനിരിക്കുന്ന കോട്ടയം ജില്ലയിലെ ഒരു MLA, സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി MLA BJPയുടെ ലീഗൽ സെല്ലിൽ 69 പേരിൽ 17ാം സ്ഥാനക്കാരനായിട്ട് അദ്ദേഹത്തെ നിയമിച്ചു. അത് ഏത് സെല്ലിലേക്കാണ്? 19ാം സ്ഥാനത്തേക്ക് നിയോഗിച്ചിരിക്കുന്നു. അത് എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? ഇപ്പൊ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നാന്ന് പറഞ്ഞ് അവരൊരു വേഷമായിട്ട് വന്നിട്ടുണ്ട്. നാളെ ഒരു കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ചാണ്ടി ഉമ്മൻ അതല്ലാന്നും പറഞ്ഞുകൊണ്ട് BJPക്ക് വേണ്ടി വാദിക്കണ്ടേ? നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ലീഗൽ സെല്ലിലെ മെമ്പറാണ് അദ്ദേഹം. അപ്പൊ BJPയുടെ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിന് അനുകൂലമായിട്ട് വാദിക്കേണ്ട വ്യക്തിയാണോ കോൺഗ്രസിന്റെ സമുന്നത നേതാവിന്റെ മകനായ ചാണ്ടി ഉമ്മൻ? ആണോ? ഇവര് 2 മുഖ്യമന്ത്രിമാരുടെ മക്കളെ ദാനം ചെയ്തില്ലേ? അനിൽ ആന്റണിയെയും പത്മജ വേണുഗോപാലും ദാനം ചെയ്തില്ലേ? ഇപ്പൊ ഈ ചെറുപ്പക്കാരന്റെ വഴി എങ്ങോട്ടാ? എന്ത് ധാർമ്മികതയാണ് ഇവർക്ക് പറയാനുള്ളത്? എന്ത് ധാർമ്മികത ഇവർക്ക് പറയാനുള്ളത്? ഒരു MP സംശയത്തിന് തരില്ല എന്ന് പറയുന്നു. ഞാൻ പറയുന്നു നമുക്കത് പറയാൻ അവകാശമില്ല. കാരണം എന്തുകൊണ്ടാ? നമ്മുടെ തെളിവില്ല. പക്ഷേ ഒരു മാധ്യമം ഔദ്യോഗികമായിട്ട് ഉത്തരവാദിത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തു. ഡൽഹിയിൽ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഡൽഹിയിലെ പിന്നെ എഡിഷൻ
ഇതുവരെ ശക്തമായ രീതിയിലൊരു മറുപടി പറയാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. കാരണം ഇവർക്കറിയാതെ ആരാണെന്നുള്ളവരും. ഞാനിരുന്നൊരു ചർച്ചയിൽ ലീഗിന്റെ പ്രതിനിധി പറഞ്ഞെന്താ അറിയോ, ഞാൻ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം ബഹുമാനപ്പെട്ട ആ സുഹൃത്ത് പറഞ്ഞത് വളരെ പെട്ടെന്ന് പൊടിപ്പാറയിലേക്ക് പോകണം. എനിക്കറിയാം. അപ്പോൾ അല്ല പെട്ടെന്ന് വരിക. ആ MP സ്ഥാനം രാജിവെച്ചിട്ടാണ് അദ്ദേഹം BJP ചേരുന്നത്. ബൈ ഇലക്ഷന് ഞങ്ങൾ നേരിടുന്നു പറഞ്ഞപ്പോൾ അത് അവർക്കറിയാവുന്നുള്ള വ്യക്തമല്ലേ. പിന്നെ ഇവരെങ്ങനെയാണ് ഈ കേരളത്തിൽ RSSുമായിട്ട് ഒരു അവിഹിത ബന്ധം CPM-നോടെന്ന് പറയുന്നത്? അപ്പൊ ഒരു കാര്യം മനസ്സിലായി, 2023 മുമ്പ് കേളി കൊട്ടിയിരുന്ന പച്ച നുണകളുടെ ആവർത്തനം.